രാവിലെ മുതൽ ആശങ്കപ്പെയ്ത്ത്. ഇതിനിടയിലും 8:30യോടെ തിരച്ചിൽ ആരംഭിച്ചു. 9 മണിയോടെ മഴ പൂർണ്ണമായി മാറി നിന്നു. തെളിഞ്ഞ കാലാവസ്ഥയിലും തിരച്ചിലിൽ മുന്നേറ്റമുണ്ടാക്കാൻ ദൗത്യസംഘത്തിന് സാധിച്ചില്ല. ഇനി വരുന്ന ദിവസങ്ങളിലും മഴ പെയ്താലും തിരച്ചിൽ തുടരുമെന്ന് അർജുന്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. ശക്തമായ മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രഡ്ജിങ് നിർത്തിവെക്കൂ എന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. MLA ഭാഗത്തു നിന്നായാലും SP ഭാഗത്തു നിന്നായാലും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രഡ്ജിങ് തന്നെയാണല്ലോ സാധ്യത ഇവിടെ ഉള്ളൂ. മറ്റൊരു രീതിയിലുള്ള തിരച്ചിലിന് ഇവിടെ ഒരു സ്കോപ്പില്ല. അർജുന്റെ ലോറി കണ്ടെത്തുന്നത് വരെ തന്നെ തിരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 10 ദിവസത്തിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഇന്നലെ MLA അറിയിച്ചിരിക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഇന്നത്തെ പരിശോധന പ്രധാനമായും നടന്നത്. മാർക്ക് ചെയ്ത 3-ാം ഇടത്തിനും 4-ാം ഇടത്തിനും ഇടയിൽ ലോറി ഉണ്ടെന്നാണ് ഇന്ദ്രബാലന്റെ സംഘത്തിന്റെ കണ്ടെത്തൽ. CP4-ഉം CP3-യും രണ്ടിലും തെരഞ്ഞു നോക്കും. CP4-ന്റെ അടുത്ത് നമുക്ക് പൈലന് ഒരു കിട്ടി, ടവർ ഇല്ലേ, ഇലക്ട്രിക്കിന്റെ ടവർ, ആ ടവർ പൈലൻ എന്ന് പറയും, അതിനും കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ സ്ഥലത്ത്. അപ്പോൾ അതിന്റെ അകത്ത് തന്നെ ട്രക്കാണോ അതോ CP3-യിലാണോ അതൊന്ന് ഒന്നുകൂടി പോയി പരിശോധിച്ചിട്ട് അതിന്റെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഡ്രഡ്ജിംഗ് സംഘത്തിലെ മുങ്ങൽ വിദഗ്ധർ അടിത്തട്ടിലേക്ക് പോയി പലതവണ പരിശോധന നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഇന്നത്തെ തിരച്ചിലിന്റെ ഭാഗമായിരുന്നു. ടീം മാതൃഭൂമി ന്യൂസ്, ഷിരൂർ.